ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. മുകുന്ദമാല സ്തോത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 47 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 48, 49, 50 ഈ 3 ശ്ലോകങ്ങളാണ് അനുസ്മരിക്കാൻ പോകുന്നത്. 48ാമത്തെ ശ്ലോകം. ശ്രീമന്നാമപ്രോച്യ നാരായണാഖ്യം കേന പ്രാപ്താ വാഞ്ചിതം പാപിനോപി ഹാ ന പൂർവം വാക്പ്രവൃത്താ ന തസ്മിൻ തേന പ്രാപ്തം ഗർഭവാസാദി ദുഃഖം. ഇവിടെ പറയാണ്, നാരായണാഖ്യം, നാരായണ എന്നു പേരുള്ള ശ്രീമന്നാമ, ശ്രീമത്തായ നാമം, പ്രോച്യ ഭക്തിപൂർവം ജപിച്ചവർ, പാപിനഃ അപി പാപികളാണെങ്കിലും, വാഞ്ചിതം സ്വന്തം അഭീഷ്ടം, കേ ആരാണ്, ന പ്രാപ്ത പ്രാപിക്കാതിരുന്നിട്ടുള്ളത്, ആരുമില്ല എന്നർത്ഥം. ഹാ അയ്യോ കഷ്ടം, ന വാക്ക് ഞങ്ങളുടെ വാക്ക്, പൂർവം മുജ്ജന്മത്തിൽ, തസ്മിൻ അതിൽ, ഏതിൽ, നാരായണ ജപത്തിൽ, ന പ്രവൃത്ത വ്യാപരിച്ചില്ല, തേന അതിനാലാണ്, ഗർഭവാസാദി ദുഃഖം ഞങ്ങൾക്ക് അമ്മയുടെ ഗർഭത്തിൽ കഴിയേണ്ടി വരിക മുതലായ ദുഃഖം, പ്രാപ്തം വന്നു ചേർന്നത്. ഇവിടെ പറയുന്നത്, നിരന്തരമായിട്ട് നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഒരു ഗർഭവാസം വേണ്ടി വരില്ല എന്നാണ് കവി പറയുന്നത്. ഇനി 49ാമത്തെ ശ്ലോകം നോക്കാം. ധ്യായന്തി യേ വിഷ്ണുമനന്തമച്യുതം ഹൃത്പദ്മമധ്യേ സതതം വ്യവസ്ഥിതം സമാഹിതാനാം സതതാഭയപ്രദം തേ യാന്തി സിദ്ധിം പരമാം തു വൈഷ്ണവീം. ഹൃത് പദ്മമധ്യേ ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ, സതതം എപ്പോഴും, വ്യവസ്ഥിതം സ്ഥിതി ചെയ്യുന്നവനും, സമാഹിതാനാം മനസ്സിനെ അടക്കിയവർക്ക്, സതതാഭയപ്രദം എപ്പോഴും അഭയം നൽകുന്നവനും, അനന്തം അവസാനമില്ലാത്തവനും, അച്യുതം ച്യുതിയില്ലാത്തവനും, നാശരഹിതനുമായ. അവിടെ അവ്യയം എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. അവ്യയം എന്ന് പറഞ്ഞാലും നാശരഹിതം, നാശമില്ലാത്തവൻ എന്നർത്ഥം തന്നെയാണ്. വിഷ്ണു ഭഗവാനെ യേ യാതൊരുവൻ, ധ്യായന്തി എപ്പോഴും ധ്യാനിക്കുന്നുവോ, തേ തു അവരാകട്ടെ, പരമാം അത്യുത്കൃഷ്ടമായ, വൈഷ്ണവീം സിദ്ധിം വൈഷ്ണവസിദ്ധിയെ, അതായത് മോക്ഷത്തെ എന്ന് പറയാം, യാന്തി നിശ്ചയമായും പ്രാപിക്കുന്നു എന്ന് പറയാണ്. എല്ലാവരുടെയും ഹൃത്പദ്മത്തിൽ എപ്പോഴും വസിക്കുന്നവനും, ഭക്തന്മാർക്ക് എല്ലായ്പ്പോഴും അഭയം നൽകുന്നവനും,
ആദിമധ്യാന്തരഹിതനുമായ വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് തപസ്സിദ്ധിയും വൈഷ്ണവ പദപ്രാപ്തിയും എളുപ്പത്തിൽ സിദ്ധിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. ഗീതയിലുള്ള ഭഗവാന്റെ വാക്കനുസരിച്ച് ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയാന്തരാളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതറിയാതെയാണ് നാം പുറമെ ഈശ്വരനെ തേടിപ്പോകുന്നത്. ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നവർക്ക് എല്ലാ അഭയവും രക്ഷയും നൽകുവാൻ ഭഗവാൻ എപ്പോഴും സന്നദ്ധനാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഭക്തന്മാർ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നുവെന്ന് ഇവിടെ പറഞ്ഞത്. നിത്യവും സത്യവുമായിട്ടുള്ള ആ വിഷ്ണുപദമാണ് എല്ലാവർക്കും അഭിലഷണീയമായിട്ടുള്ളത്. ഇനി നമുക്ക് 50-ാമത്തെ ശ്ലോകം നോക്കാം. സത്വം പ്രസീദ ഭഗവൻ കുരുമയ്യനാഥേ വിഷ്ണോ കൃപാം പരമകാരുണിക ഖലു ത്വം സംസാരസാഗര നിമഗ്നമനന്ത ദീനം ഉദ്ധർത്തുമർഹസി ഹരേ പുരുഷോത്തമോസി. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ 2 പാഠഭേദങ്ങൾ കാണുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ സത്വം, അത് തത് ത്വം എന്നുള്ള ഒരു പാഠഭേദം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാമത്തെ വരിയിൽ പരമകാരുണിക ഖലു ത്വം എന്നുള്ളതിന് പകരം പരമകാരുണിക കില ത്വം എന്ന് കാണുന്നുണ്ട്. നമുക്ക് അർത്ഥം എന്താണെന്ന് നോക്കാം. ഭഗവൻ വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനെ സഹ് ത്വം അപ്രകാരമുള്ള നിന്തിരുവടി പ്രസീത എന്നോട് പ്രസാദിക്കണേ. അനാഥേ മയി അനാഥനായ എന്നിൽ കൃപാ കുരു ദയ ചെയ്താലും ത്വം അവിടുന്ന് പരമകാരുണിക ഖലു പരമകാരുണികനാണല്ലോ. അനന്ത അവസാനമില്ലാത്തവനായ ഹരേ ശ്രീഹരേ സംസാരവാസനകളെ ഹരിക്കുന്നവനെ എന്നർത്ഥം എടുക്കാം. സംസാര സാഗര നിമഗ്നം സംസാര സമുദ്രത്തിൽ താണുകൊണ്ടിരിക്കുന്നവനും ദീനം ദുഃഖിതനുമായ എന്നെ ഉദ്ധർത്തും ഉദ്ധരിക്കുവാൻ. എവിടെ നിന്ന് ഉദ്ധരിക്കുവാൻ? സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുവാൻ അർഹസി അങ്ങ് ചുമതലപ്പെട്ടവനാണ്. പുരുഷോത്തമഃ അസി അവിടുന്ന് പുരുഷോത്തമനല്ലേ, പ്രകൃതി പുരുഷന്മാർക്ക് അതീതനല്ലേ. ആ സ്ഥിതിക്ക് എന്നെ സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ എന്തു പ്രയാസം എന്ന സാരം. ഭഗവാൻ പരമകാരുണികനായതുകൊണ്ട് നാഥനില്ലാത്ത എന്നിൽ ദയ വിചാരിക്കണേ എന്നും പുരുഷോത്തമനായതുകൊണ്ട് സംസാരമാകുന്ന കടലിൽ മുങ്ങിക്കിടക്കുന്ന എന്നെ ഇതിൽ നിന്ന് കരകയറ്റണമേ എന്നുമുള്ള 2 പ്രാർത്ഥനകളാണ് ഭക്തൻ ഈ ശ്ലോകത്തിൽ ഭഗവാനോട് ചെയ്യുന്നത്. ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മറ്റു ശ്ലോകങ്ങൾ ഇങ്ങനെ പഠിച്ചു പോവാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ